ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അനൂസ് കിച്ചൺ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു മുട്ടക്കറിയുടെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് ഈ പാലപ്പത്തിൻ്റെയും ഇടിയപ്പത്തിൻ്റെയൊക്കെ കൂടെ കഴിക്കാവുന്ന നല്ല അടിപൊളി ഒരു മുട്ടക്കറി. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണയാണ് കേട്ടോ ഏറ്റവും നല്ലത്. എണ്ണ ചൂടാകുമ്പോൾ ഒരു 3 സവോള കനം കുറച്ച് അരിഞ്ഞത് ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവോള നല്ലൊരു ബ്രൗൺ കളർ ആയി വരണം. ഇതിനകത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് വഴറ്റി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നിറം മാറി കിട്ടും. അപ്പോൾ സവോള കുറച്ചൊന്ന് ഇതുപോലെ വാടി വരുന്ന സമയത്ത് ഇതിനകത്തേക്കൊരു 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസിലുള്ള ഒരു കഷ്ണം ഇഞ്ചിയും 4-5 അല്ലി വെളുത്തുള്ളിയും കൂടി ചതച്ചതാണ്. പിന്നെ ഒരു 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് വീണ്ടും ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവോളയുടെ നിറം കണ്ടോ, നല്ലൊരു ബ്രൗൺ കളർ ആയിട്ടില്ലേ? ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. ഇങ്ങനെ ആയാലേ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതുപോലെ നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റിയെടുക്കാം. ഇനി ഇതിനകത്ത് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 അല്ലെങ്കിൽ 2.25 ടീസ്പൂൺ മുളക് പൊടി, അത്രയും തന്നെ മല്ലിപ്പൊടി, 2.25 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 2 ടീസ്പൂൺ ഗരം മസാല പൊടിയും ചേർക്കാം. ഇനി ഈ പൊടികളുടെ ആ ഒരു പച്ചപ്പ് നന്നായിട്ട് മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. നല്ലൊരു ബ്രൗൺ കളറിൽ ആയി വരണം, എന്നാലേ കറിക്കും അതുപോലെ നല്ല കളർ കിട്ടുള്ളൂ. നന്നായിട്ട് മൂക്കുന്നത് വരെ വഴറ്റിയെടുക്കുക. ചെറിയ തീയിലിട്ട് ചെയ്യണം കേട്ടോ. ഇപ്പോൾ മസാലയുടെ നിറം കണ്ടോ, നല്ല ബ്രൗൺ കളറിൽ വന്നിട്ടില്ലേ? ഇങ്ങനെയാണ് വേണ്ടത്. പിന്നെ ഇതിൽ നമ്മൾ തക്കാളി ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്ത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു 2 ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത്. കുറച്ച് നേരം നന്നായിട്ട് ഇത് തിളപ്പിച്ച് ഈ സവോളയൊക്കെ വെന്ത് നല്ല സോഫ്റ്റായിട്ട് വരണം. അപ്പോൾ അതിനാവശ്യത്തിനുള്ള ഗ്രേവിയാണ് വേണ്ടത്. പക്ഷെ ഒത്തിരി ലൂസ് ആവാനും പാടില്ല കേട്ടോ, കാരണം ലാസ്റ്റ് നമ്മൾ പിന്നെ തേങ്ങാപ്പാലൊക്കെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഒരു 2.25 കപ്പ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്കൊരു 5 മിനിറ്റ് ഇത് ഒരു ചെറിയ തീയിൽ അടച്ചു വെച്ച് തിളപ്പിച്ചെടുക്കാം. ഞാൻ പറഞ്ഞ പോലെ സവോളയൊക്കെ നന്നായിട്ട് വേവണം. അതുപോലെ തന്നെ ഇത് കുറച്ചും കൂടെ ഒന്ന് വറ്റി വരണം, ഒരു പകുതിയായി വരണം. അപ്പോൾ അതുവരെ അടച്ചു വയ്ക്കാം. ഇപ്പോൾ നമ്മൾ ഇത് അടച്ചു വെച്ചിട്ടൊരു 5 മിനിറ്റ് കഴിഞ്ഞു. ഇപ്പോൾ ഗ്രേവി കണ്ടോ, നന്നായിട്ടൊന്ന് വറ്റിയിട്ടുണ്ട്, പകുതിയോളം വറ്റി. ഇങ്ങനെയാണ് വേണ്ടത് കേട്ടോ, എന്നാലേ തേങ്ങാപ്പാലൊക്കെ ചേർക്കുന്ന സമയത്ത് ആ കറക്റ്റ് പരുവത്തിൽ വരുള്ളൂ. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് ഒരു 4 മുട്ട പുഴുങ്ങിയത് ചേർക്കാം. ഇനി 1 കപ്പ് നല്ല കുറുകിയ തേങ്ങാപ്പാൽ, കട്ടി തേങ്ങാപ്പാലും ചേർത്ത് കൊടുക്കാം. ഫ്രഷ് ആയിട്ടുള്ള തേങ്ങാപ്പാലാണ് ഏറ്റവും നല്ലത്. അതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മാഗിയുടെയൊക്കെ കോക്കനട്ട് മിൽക്ക് പൗഡർ ഉണ്ടല്ലോ, അത് വേണമെങ്കിലും ഉപയോഗിക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ കറി തിളയ്ക്കേണ്ട ആവശ്യമില്ല. ഏറ്റവും ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടായി എല്ലാം കൂടി നല്ല ഒന്ന് മിക്സായി വരണം, അത്രേ ഉള്ളൂ. ഇപ്പോൾ ഇത് ചേർത്ത് കഴിയുമ്പോൾ ഗ്രേവിയുടെ പരുവം കണ്ടല്ലോ, ഇങ്ങനെ ആയിരിക്കണം. ഒരുപാട് ലൂസായി കഴിഞ്ഞാൽ ഇതിന് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ കുറച്ച് നല്ല കുറുക്കിയിരിക്കുന്ന ഒരു കറിയായിട്ട് തന്നെ വേണം. അപ്പോൾ അത് നമ്മൾ ആദ്യം ആ ഗ്രേവി വറ്റിച്ചെടുക്കുന്ന പോലെ ഇരിക്കും. അപ്പോൾ അത് ശ്രദ്ധിച്ച് ചെയ്താൽ മതി. ഇത്രയേ ഉള്ളൂ, നമ്മുടെ മുട്ടക്കറി റെഡി. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, പാലപ്പം, ഇടിയപ്പം അല്ലെങ്കിൽ ചപ്പാത്തി, അതിൻ്റെയൊക്കെ കൂടെ കഴിക്കാം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പാലപ്പത്തിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു, അതിൻ്റെ കൂടെ കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ല റെസിപ്പി ആയിട്ട് അല്ലെങ്കിൽ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.